ഇവിടെ എല്ലാവർക്കും എല്ലാത്തിനും ഞാൻ വേണം. എന്നിട്ട് എൻ്റെ കൂടെ വീട്ടിൽ വരാനോ ആരുമില്ല. അടുക്ക് ഇനി ഞാൻ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്, കാണിച്ചു കൊടുക്കാം. സ്വർണ്ണ താമര ഇതളിലുറങ്ങും കൺവത്ത പൂവന പുഷ്പേ. നിങ്ങൾ എന്നോട് മിണ്ടാനും നിൽക്കണ്ടേ, വേറെ ആരോടെങ്കിലും പോയിട്ട് മിണ്ടാൻ നിൽക്കുക. ഞാൻ വേറെ ആരോട് മിണ്ടാനോ? നിങ്ങൾക്ക് മിണ്ടാനല്ലേ ആളെ വേണ്ടേ? ആ മോഹിനിയില്ലേ, അവളെ വിളിച്ച് മിണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല സന്തോഷമാവുമല്ലോ. അടിപൊളി, ഞാൻ മിണ്ടട്ടെ. അപ്പൊ പിന്നെ ഈ സ്വർണ്ണമോതിരം ഞാൻ എന്ത് ചെയ്യും? അത് മോഹിനിക്ക് കൊടുക്കട്ടെ. സ്വർണ്ണമോതിര? അമ്മ എനിക്ക് തരാൻ ഒരു സ്വർണ്ണമോതിരം എടുത്തു വെച്ചിട്ടുണ്ട്. അത് കിട്ടിയത് തന്നെ, നിങ്ങളെ അമ്മയല്ലേ ആള്. ഇനി സത്യമാണ്, ഞാൻ കണ്ടതാ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതാ നമ്മുടെ പെങ്ങളുണ്ടല്ലോ സരിത, എടുത്ത് കയ്യിലിട്ടിട്ട് അത് കുടുങ്ങിപ്പോയി. ഇപ്പൊ കയ്യിൽ കിടക്ക, ഊരി വരുന്നില്ല. ആ, അതെന്നാ വെറുതെ അഭിനയിക്കുന്നതായിരിക്കും. അഭിനയിക്കുന്നതല്ല, സത്യമായിട്ടും. ഞാൻ കയ്യെ പിടിച്ച് വലിച്ചു നോക്കി, അത് ഊരി വരുന്നില്ല. അമ്മ പിടിച്ച് വലിച്ചു നോക്കി, ഊരി വരുന്നില്ല. എന്നിട്ട് അവളിപ്പം അത് ഈ നീരിനിടയിൽ കുടുങ്ങി കിടന്ന് കരയാ വേദന എടുക്കുന്നു. നന്നായി. എന്ത് സാധനോടി ഇത്? ഒരാൾക്ക് കൈവേദന എടുക്കുന്നപ്പോ നീ നിന്നിട്ട് ചിരിക്കുക. നിങ്ങൾ അമ്മക്കും പെങ്ങൾക്കും വേദന എന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കും, മനസ്സറിഞ്ഞ് ചിരിക്കും. നിന്നലെ മരുമോളും നിന്നലെ നാത്തൂനും ഒക്കെ അങ്ങോട്ട് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിലെന്താ സംശയം? അത് അങ്ങനെ തന്നെയായിരിക്കും. ഇനി അത് ഊരിയെടുക്കാനുള്ള ഒരു വഴി പറഞ്ഞതാ. ആ സ്വർണ്ണമോതിരം എന്റെ കയ്യിലിരിക്കും. അത് കിട്ടുമോ? ഉറപ്പല്ലേ? ഞാൻ കണ്ടതല്ലേ. അല്ല, നിങ്ങൾക്ക് തരൂന്ന് ഉറപ്പാണോ? ഇനി അതെന്നോട് അമ്മ വാക്ക് പറഞ്ഞതാ, സരിതയ്ക്കും അറിയാവുന്നതാ. എന്നാ പിന്നെ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. വാ വാ. അടങ്ങിയിരിക്കടി, പതുക്കെ പറഞ്ഞോളൂ. നീ ഒച്ച ഉണ്ടാക്കല്, പതുക്കെ ഞാൻ ഊരിയെടുത്ത് തരാം. അമ്മേ, ഇതൊക്കെ ഓൾഡ് ഫാഷൻ. അമ്മ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ടിട്ട് മോതിരം ഊരുന്നത്. നീ അത്ര ഗെയിമിയാണെങ്കിലേ നീ അങ്ങ് ഊരിയെടുക്ക്. എന്ത് കൊല്ലം കൊണ്ടരാ? ഇത് വെച്ചിട്ട് ഊരാൻ പറ്റും. ഇതുകൊണ്ടാ? കത്തി കൊണ്ടാ? ബെസ്റ്റ്. ഞാൻ പോണു. പോവല്ല, ട്രൈ ചെയ്യാലോ. വാ. ഞാനിങ്ങനെ കുറെ പ്രാവശ്യം ഊരിയിട്ടുണ്ട്. അമ്മേ, ഇത് എന്തോന്നത് ഇതുകൊണ്ടൊക്കെ? കത്തി, സ്ക്രൂ ഡ്രൈവർ, ഇതുണ്ട് സ്ക്രൂവാ ഊരാനായിട്ട്. ഊരണ്ടേ? നീ കിടന്ന് ബഹളം വെക്കാതെ ചെല്. അതിങ്ങനെ ഊരാതെ അവിടെ തന്നെ വെച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? ഇതിങ്ങനെ കറുത്ത് നീല കളറായിട്ട് ഈ വിരല് ചത്തുപോകും. ചത്തുപോകൂല, ഞാനൊക്കെ ഉണ്ട് ഇടക്കിടക്ക്. ഒരു കാര്യമില്ല, അവസാനം വിരല് മുറിച്ചെടുക്കേണ്ടി വരും. അയ്യോ, എനിക്ക് പറ്റൂല. കത്തി. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ. പോവല്ലേ? അയ്യോ, കൈ വലിച്ചു പിടി. ചേച്ചി കാണിക്കണത്. അയ്യോ, എന്റെ കൈ അമ്മേ, ചേച്ചിയുടെ മൂത്ര സൈക്കോടെ പോകണ്ട് പറ്റില്ല. ഞാൻ സമ്മതിക്കൂല. എന്റെ കൈ മുറിയെ ഞാൻ സമ്മതിക്കൂല. എടി, എന്തെങ്കിലും വെച്ച് ഊരി എടുക്കണേ അതൊന്നും. പിന്നെ അതിനല്ലേ ഇത് രണ്ടെണ്ണം കൊണ്ടുവന്നതേ. അമ്മേ, എല്ലാത്തിനും ഉത്തരവാദി ഇവനെ ഒറ്റ എടുത്തന. അത് ശരി, ഇപ്പൊ എന്റെ തലയിലായ. അമ്മയല്ലേ പറഞ്ഞ ഈ മോതിരം എനിക്കുള്ളതാണ്. അപ്പൊ ഞാനത് എടുത്തോണ്ട് ഇവള് തട്ടിപ്പറിച്ചിട്ടല്ലേ കയ്യെ കൊണ്ട കയറ്റിയത്. എന്നിട്ടിപ്പം നീരുമായി ഊരത്തുമില്ല. എല്ലാം എന്റെ തലയിൽ. ചേട്ടൻ പ്രേരിപ്പിച്ചിട്ട് അമ്മേ, ചേട്ടൻ ഒരാളാണ് എന്നെ പ്രേരിപ്പിച്ചത്. പ്രേരിപ്പിച്ചെന്നാ തോന്നണേ? എനിക്ക് എന്റെ മോതിരം കിട്ടണം എങ്ങനെയാണേലും. നമുക്കൊരു പണിയാ, നമുക്ക് ഇവിടെ കൊണ്ട് ആശുപത്രി പോവാം. ആ, അത് നല്ല ഐഡിയ. അങ്ങനെയാകുമ്പോ അഥവാ ചതവോ ഒടിവോ അങ്ങാറ്റം പറ്റി ഓപ്പറേഷൻ ചെയ്യണം. നിങ്ങളുടെ മൊത്തം എന്തോ അത് സൈക്കോ കുടുംബം. ഞാൻ മാറ്റിക്കോളാം. നീ ഒന്നില്ലേ ആശുപത്രി പറഞ്ഞ, ഇല്ലെങ്കിൽ നീ ഞാൻ പിടിക്കുമ്പോ കൈ നീ ഇരുന്നേ. ഞാനേ ഒറ്റയ്ക്ക് ഊരിക്കോളാം. ഒറ്റയ്ക്ക് ഊരിയ പോരെ? ഞാൻ ഊരിക്കോളാം. എന്ത്? ഞാനേ ഒറ്റയ്ക്ക് പോവും. ഒറ്റയ്ക്ക് ചെയ്തോളാം. പോടുന്നു. ഒറ്റയ്ക്ക് ഊരിക്കോളാം. ഞാൻ ഒറ്റയ്ക്ക് ഊരിക്കോളാം. എന്റെ അമ്മയുടെ മോതിരം അവളെ കയ്യിലുള്ളത്. ഒരു കണ്ണ് അവളെ മേത്തുണ്ടായിരിക്കണം. ഒരു കണ്ണ് മാത്രമല്ലടി, ഈ രണ്ട് കണ്ണും അവളുടെ പുറകെ എപ്പോഴും ഉണ്ടാവും. ആദ്യം അടിക്കാതെ ചെല്ല്. നീ പറയാ പോ, നമുക്ക് കിട്ടേണ്ട മോതിര. ചെല്ല്, പോയി നോക്ക്. ഞാനെന്തിനാ പോകുന്നത്? നിങ്ങൾ പോയാ പോരെ? ഞാൻ പോയാ മതി അല്ലേ? അത് നിങ്ങൾക്ക് കിട്ടിയ തന്നെ.